ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. സ്കൂളൊക്കെ തുറക്കാറായി, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴേക്കും തിരിച്ചു വന്ന് ഭയങ്കര ഇംഗ്ലീഷ് ആയിരിക്കില്ലേ ചില സമയത്ത്. അപ്പം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന ചെറിയ കുറച്ച് സെൻറ്റൻസസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ വിതൗട്ട് എനി ഡിലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുട്ടികളെ എണീപ്പിക്കണമെന്ന് തുടങ്ങാം അല്ലേ. നമ്മൾ എണീക്കാൻ വേണ്ടി എന്താ പറയണത്? യൂഷ്വലി ഒന്ന് വേഗം എണീക്കോ എന്ന് ചോദിക്കില്ലേ, അല്ലെങ്കിൽ നോർമലായിട്ട് എണീക്കോ എന്ന് തന്നെ ചോദിക്കാമെന്ന് കേട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പറയണേ? വേക്ക് അപ്പ്, അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്, എണീക്കാൻ സമയമായി എന്ന് പറയില്ലേ. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ് എന്ന് പറയാം കേട്ടോ. അതിന് ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. ഇനി എണീക്കാൻ പറയുമ്പോൾ ആരും എണീക്കില്ല അല്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ പറയും വേഗം ആവട്ടെ എന്ന് പറയില്ലേ, വേഗം ആവട്ടെ. അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഹറി അപ്പ്. വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ, വേഗം പറഞ്ഞ് തീർക്കാം. വേഗം ആവട്ടെ എന്ന് പറയുന്നതിന് പകരം ഹറി അപ്പ് എന്ന് പറയാം കേട്ടോ. ഇനി പെടഞ്ഞ് എണീറ്റ് അവിടെ ഇവിടെ ഒന്നും വീഴാനൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യൂ. അതിപ്പോൾ എണീക്കണ കാര്യത്തിന് മാത്രമല്ല കേട്ടോ, എന്തിനായാലും നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്, വീഴണ്ട, ഇരിക്കണ്ട, നിൽക്കണ്ട എന്നൊക്കെ പറയണ പോലെ നമ്മൾ പറയില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യൂ. ആ ശ്രദ്ധിക്കൂ എന്ന് പറയണതിന് നമ്മൾ എന്താ പറയണത് ഇംഗ്ലീഷിൽ? ബി കെയർഫുൾ. ഓക്കെ, ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് പറയില്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യൂ, ബി കെയർഫുൾ. ഓക്കെ, ചില സമയത്ത് നമ്മുടെ കുട്ടികൾ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും അല്ലേ. ഭയങ്കര അപ്സെറ്റ് ആയിട്ട് വന്ന് ചില സമയത്ത് നമ്മളുടെ അടുത്ത് ഷൗട്ട് ചെയ്യാറുണ്ട്. ഈ ഷൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒച്ചത്തിൽ സംസാരിക്കുക അല്ലേ. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇത്ര ഒച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലേ. ഡോണ്ട് ഷൗട്ട്, ഡോണ്ട് ഷൗട്ട് എന്ന് പറയില്ലേ. അപ്പോൾ ഈ ഡോണ്ട് ഷൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്ര ഒച്ചത്തിൽ സംസാരിക്കേണ്ട എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയില്ലേ, മെല്ലെ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും എന്നുള്ള പോലെ നമ്മൾ പറയില്ലേ, മെല്ലെ പറയൂ എന്ന് പറയില്ലേ. അതെന്താ പറയുക? സ്പീക്ക് സോഫ്റ്റ്ലി. പിന്നെ ഈ മെല്ലെ എന്നുള്ളതിന് നിങ്ങൾ സ്ലോ എന്നാണെന്ന് വിചാരിക്കരുത് കേട്ടോ. സ്ലോലി എന്ന് പറയണതിലും നമ്മൾ സാധാരണയായിട്ട് പതിയെ സംസാരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടോക്ക് സോഫ്റ്റ്ലി എന്ന് പറയും. ഓക്കെ, ടോക്ക് സോഫ്റ്റ്ലി. അപ്പോൾ നിലവിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മെല്ലെ പറഞ്ഞാൽ മതി, സോഫ്റ്റ് ആയിട്ട് പറയൂ എന്ന് പറയും. അപ്പോൾ ഡോണ്ട് ഷൗട്ട്, ടോക്ക് സോഫ്റ്റ്ലി എന്ന് പറയാം കേട്ടോ. ഇനി ചില സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ അതും വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കില്ലേ. എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കണം, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. ആ എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ഓൾ റൈറ്റ്, ആർ യു ഓൾ റൈറ്റ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് തോന്നും എന്തോ കുഴപ്പമുണ്ടല്ലോ. അത് നമ്മൾ ചോദിക്കുക എല്ലാം ശരിയാണല്ലോ അല്ലേ എന്ന് ചോദിക്കില്ലേ. ആർ യു ഓൾ റൈറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർ പറയും എനിക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോൾ പറയും സാരില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയില്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഗിവ് ഇറ്റ് എ ട്രൈ, ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഗിവ് ഇറ്റ് എ ട്രൈ. ഇനി അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളടുത്ത് പറയും ഇല്ല തെറ്റിപ്പോയാൽ പിന്നെ ടീച്ചർ ചീത്ത പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ റീസൺസ് ഒക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പേരൻസ് ആയിട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ പറയും? സാരില്ല, തെറ്റിക്കോട്ടെ, തെറ്റിക്കോട്ടെ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയണേ? ലെറ്റ് ഇറ്റ് ബി റോങ്, ലെറ്റ് ഇറ്റ് ബി റോങ്. തെറ്റിക്കോട്ടെ, സാരില്ല, നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയും എന്ന് പറയില്ലേ. നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയും. അത് നമ്മളിങ്ങനെ പറയും യു ക്യാൻ ഡു ഇറ്റ്. തെറ്റിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി റോങ്, നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയും, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുമ്പോഴാണല്ലേ കുട്ടികൾ ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് വളരുന്നത് അല്ലേ, അവർക്കൊരു മോട്ടിവേഷൻ വരുന്നതും അപ്പോഴാണ്. സോ ഓൾവേസ് സപ്പോർട്ട് ദെം യൂസിങ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ പറയും നമുക്ക് തന്നെ തോന്നില്ലേ ഇനി ഒന്ന് സഹായം ഓഫർ ചെയ്ത് നോക്കാം, എൻ്റെ സഹായം നിനക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചില സമയത്ത് ചോദിക്കില്ലേ. ചിലപ്പോൾ ഡ്രസ്സ് ഇടാനാവാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ റെഡി ആവാനാവാം, എന്തിനായാലും നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ എൻ്റെ സഹായം ആവശ്യമുണ്ടോ? ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് യു? ഞാൻ നിന്നെ സഹായിക്കേണ്ടതായിട്ടുണ്ടോ അല്ലേ? ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് യു? അതാണ് അതിന് ചോദിക്കേണ്ടത് കേട്ടോ. ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് യു? ഇനി വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ഒന്ന് പറയണല്ലേ, പുറത്തൊക്കെ ഒന്ന് പോയി കളിക്കണ്ടേ. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ വേണമല്ലേ, ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുമ്പോഴാണ് കുട്ടികൾക്ക് എപ്പോഴും ഒരു താല്പര്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? സീ ഹൂ ഈസ് ഹിയർ. ആരാ വന്നിരിക്കണമെന്ന് നോക്കിയേ എന്ന് പറയില്ലേ. ആരാ വന്നിരിക്കണമെന്ന് നോക്കിയേ, സീ ഹൂ ഈസ് ഹിയർ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സീ ഹൂ ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ അവർ പറയും എനിക്കിന്ന് കളിക്കാൻ പോകണ്ട. ചില കുട്ടികളല്ലേ മഴയാണ് എനിക്കിന്ന് പോകണ്ട, അല്ലെങ്കിൽ എനിക്കിന്ന് മടിയാണ് ഞാൻ പോകണില്ല. അപ്പോൾ നമ്മൾ പറയും ഇത്ര മടി വേണ്ട, ഇത്ര മടി വേണ്ട എന്ന് പറയില്ലേ. അതെങ്ങനെയാണ് പറയുക? ഡോണ്ട് ബി ലേസി, ഡോണ്ട് ബി ലേസി. മടി വേണ്ട,
എന്ന് പറയും അല്ലേ, മടി കാണിക്കല്ലേ, ഡോണ്ട് ബി ലേസി. ഇനി ചില സമയത്ത് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയില്ലേ, വാതിലടച്ചിട്ട് പൊക്കോളൂ കേട്ടോ എന്ന് പറയില്ലേ. കാരണം നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ വാതിലൊന്നും തുറന്നിട്ട് പോകണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാതെ, ലോക്ക് ദ ഡോർ ആൻഡ് ഗോ. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറയുകയാണല്ലേ, വാതിലടച്ചിട്ട് പോട്ടോ, ലോക്ക് ദ ഡോർ ആൻഡ് ഗോ. ലോക്ക് ദ ഡോർ, അത് വാതിൽ പൂട്ടിയിട്ട് പോകാനാണ്. നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോകാനാണെങ്കിൽ നമ്മൾ പറയും ക്ലോസ് ദ ഡോർ ആൻഡ് ഗോ എന്ന് പറയാം. ഓക്കെ, ക്ലോസ് ദ ഡോർ ആൻഡ് ഗോ. ഇനി നമ്മൾ ചോദിക്കില്ലേ, എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, ഇത് നിൻ്റെ ആണോ എന്ന് ചോദിക്കില്ലേ. നമ്മൾ പലപ്പോഴും ചോദിക്കണം ആ കുട്ടികളടുത്ത്, ഇത് നിൻ്റെ ആണെങ്കിൽ ഒന്ന് വേഗം എടുത്ത് വെച്ചേ എന്ന് പറയില്ലേ. അപ്പോൾ ഇത് നിൻ്റെ ആണോ എന്നുള്ളത് എങ്ങനെയാണ് ചോദിക്കുക? ഇസ് ദിസ് യോഴ്സ്, ഇസ് ദിസ് യോഴ്സ്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കണേ? ഇത് നിൻ്റെ ആണോ? അതേ ടോണിൽ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ഇസ് ദിസ് യോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അത്, എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്താ പറയും, ഇത് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്, ഇത് നിനക്കായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ ഇത് നിനക്കായിട്ടാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇത് നിനക്ക് വേണ്ടിയാണ് എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ദിസ് ഇസ് ഫോർ യു, ദിസ് ഇസ് ഫോർ യു. അപ്പം മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് നിനക്കായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ദിസ് ഇസ് ഫോർ യു. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡ്രസ്സോ ടോയ്സോ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ? ബേബി ദിസ് ഇസ് ഫോർ യു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ച് ഇങ്ങോട്ട് വന്ന് നമ്മളോട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിച്ചു പറയാനായിട്ട് നിങ്ങൾക്ക് കുറേ സാധനങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോൾ അവർക്കറിയാത്തതും കൂടെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അതിനാണ് ഇങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. സോ കീപ് ലേണിംഗ് വിത്ത് us and enjoy watching the videos. Thank you. Have a great day.